ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ കലാത്തിയ കോംബോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന കലാത്തിയയുടെ കോംബോയാണ്. ഈ കാണിച്ചിരിക്കുന്ന കലാത്തിയകളിൽ നിന്നും 3 എണ്ണം, ഏതെങ്കിലും 3 എണ്ണവും പിന്നെ ഗ്രീൻ വെറൈറ്റിയിലെ 2 എണ്ണവും, അങ്ങനെ ടോട്ടൽ 5 കലാത്തിയകളുടെ ഒരു കോംബോയാണ് ഇന്നുള്ളത്. ഇത് മാത്രം 5 അല്ല, ഈ റെഡ് ബ്ലാക്ക് ഒക്കെ കാണുന്നില്ലേ, റുസ്കോ ഉണ്ട്, റെഡ് വൈൻ ഉണ്ട്, ധോത്തി ഉണ്ട്. അങ്ങനെ ഈ കാണുന്ന ഈ വെറൈറ്റിയിൽ നിന്നും ഏതെങ്കിലും 3 എണ്ണവും, പിന്നെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് ഗ്രീൻ വെറൈറ്റി. ആ ഗ്രീൻ വെറൈറ്റിയിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണവും, അങ്ങനെ ടോട്ടൽ 5 കലാത്തിയയുടെ ഒരു കോംബോയാണ്. 499 ആണ് പ്രൈസ് വരിക. ഇതും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. സിംഗിൾ ഷൂട്ടാണ്, സിംഗിൾ പ്ലാന്റാണ് കിട്ടുക. ഈ കാണുന്ന പ്ലാന്റുകളിലെല്ലാം തന്നെ ഡബിൾ ഷൂട്ടും ട്രിപ്പിൾ ഷൂട്ടും ഒക്കെ ഉള്ളവയാണ്. ബുഷി പോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബുഷി പോട്ടായിട്ടും ആർക്കെങ്കിലും വേണമെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസിനൊക്കെ മാറ്റം വരും. അപ്പോൾ ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ കാണിക്കുന്ന പ്ലാന്റുകളിൽ നിന്നും എനി ത്രീ സിംഗിൾ ഷൂട്ടും, ഗ്രീൻ വെറൈറ്റിയിൽ നിന്ന് എനി 2 സിംഗിൾ ഷൂട്ടും കൂടി ഉൾപ്പെട്ടതാണ് 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ. 499 ആണ് ഇത്. കുറേ ഫെസ്റ്റിവൽ, എല്ലാവരുടെയും വിശേഷ അവസരങ്ങളല്ലേ. ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു, വിഷു വരുന്നു, വിഷു കഴിഞ്ഞിട്ട് ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വിചാരിച്ചാണ് ഇതിന് ഇത്രയും വില കുറച്ച് തരുന്നത്. 1 മാസമോ 2 മാസം കഴിയുമ്പോൾ ഈ കോംബോ ഉണ്ടോ എന്ന് ചോദിക്കല്ലേ ഈ പ്രൈസിൽ. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുക. അടുത്ത ആഴ്ചത്തേതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്നു വെച്ചാൽ കുറേ ലീവുകളൊക്കെ വരുന്നുണ്ട്. പെരുന്നാളിൻ്റെ ലീവിൻ്റെ സമയത്ത് തന്നെ പ്ലാൻസ് അയച്ചതെല്ലാം തന്നെ ഒരുപാട് ഡിലേ വരുത്തിയാണ്. കവറൊക്കെ കീറി ഓരോരുത്തർക്കൊക്കെ കിട്ടിയത്, ഞാൻ അയച്ചതാണ്, കവറൊക്കെ കീറിയൊക്കെയാണ് പലർക്കും കിട്ടിയത്. ഡിലേ ഒരുപാടുണ്ടായി. അടുത്തുള്ളവർക്ക് പോലും കിട്ടിയത് ഒത്തിരി താമസിച്ചാണ്. അപ്പോൾ വരുന്ന ആഴ്ചത്തേത് പറയണ്ടല്ലോ, ഇടയ്ക്ക് ഒരു 2-3 ദിവസം കിട്ടും. അപ്പോൾ അടുത്തടുത്തുള്ളവർക്കാണെങ്കിൽ ആ ദിവസത്തിൽ അയക്കാൻ പറ്റും. പിന്നെ ലീവിനൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഗോഡൗണിലൊക്കെ കൊണ്ടുവെക്കും. ശരിക്കും അയക്കത്തൊന്നുമില്ല. നമ്മളുടെ അവിടെ നിന്ന് ഡയറക്റ്റ് പോകുമല്ലോ, പല സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ചിട്ടൊക്കെയല്ലേ പോവുക. അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. ഇതാണ് ആ പറഞ്ഞ ഗ്രീൻ വെറൈറ്റി. ഇത് 2, ഒരു 3-മത്തേത് കാണിക്കും. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇലകളുടെ എല്ലാം തന്നെ അടിവശത്ത് നല്ല ബ്രൗൺ കളറാണ്. ഇതിൻ്റെ മുകളിൽ ഗ്രീനിൽ വൈറ്റ് നടുക്കൂടെ ഡിസൈൻ പോലെ വരുന്നതാണ് എല്ലാ കലാത്തികളുടെയും. ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്ക് കലാത്തിയൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ വേനൽമഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ മൺസൂൺ എത്തും. അപ്പോൾ ഈ കലാത്തിയൊക്കെ നല്ല ബുഷിയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളരും. ചൂട് സമയത്താണ് അതിൻ്റെ ഇലയൊക്കെ കരിയുക. നമ്മൾ ഇപ്പോൾ 2 തൈ ഉണ്ടെങ്കിൽ 1 തൈ പോട്ടിൽ 1 തൈ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ, മണ്ണിൽ വെയിലില്ലാത്തടത്ത് ഏതെങ്കിലും ചെടിയുടെയോ മരത്തിൻ്റെയോ ഒക്കെ കീഴിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടാതെ ഇരിക്കും കലാത്തിയ. ഈ കാണുന്ന എൻ്റെ പൂച്ചക്കുഞ്ഞിനെ കണ്ടോ, അവളിപ്പോൾ അനാഥയാണ്. അവളുടെ അമ്മ ഇതുപോലെ തന്നെ ഇരിക്കും. എൻ്റെ മുൻപുള്ള വീഡിയോകളിലൊക്കെ അവളുടെ അമ്മയും അന്നേരത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൂച്ചകളൊക്കെ നമ്മളുടെ അയൽവക്കത്തൊക്കെ കയറി ചെല്ലുന്നവർക്കൊക്കെ ഡിസ്റ്റർബൻസ് അല്ലേ. അങ്ങനെ എന്ത് പറ്റിയാന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് ഇപ്പോൾ അവളെ കാണുന്നില്ല. അവളങ്ങനെ ഈ കുഞ്ഞിനെ ഒന്നും ഇട്ടിട്ടെങ്ങും പോകുന്നതല്ല, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട് തിരിച്ചു വരുമായിരിക്കുന്നു. അവളങ്ങനെ കുഞ്ഞിനെ ഇട്ടിട്ട് എങ്ങും പോകുന്നതല്ല. പക്ഷേ ഇപ്പോൾ അറിയത്തില്ല, ഒരാഴ്ചയിലധികമായിട്ട് ഇപ്പോൾ അവളെ കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അനാഥയായിപ്പോൾ ഈ കുഞ്ഞ്. ഇവളുടെ കൂട്ട് തന്നെ ഇരിക്കും. ഈ കുഞ്ഞിൻ്റെ കൂട്ട് തന്നെയാണ് അവളുടെ അമ്മയും ഇരുന്നത്. ഇതുപോലൊരു കുഞ്ഞായിട്ട് അവൾ എവിടുന്നോ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നതാണ് ആ പൂച്ചയും. പിന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ചിലരൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് ആ ഗ്രീൻ വെറൈറ്റിയിലെ 3-മത്തേത്. ഗ്രീൻ വെറൈറ്റിയിലെ 3 എണ്ണം ഉണ്ട്. മറ്റേ റെഡൊക്കെ കുറച്ച് പ്രൈസ് വരുന്ന വെറൈറ്റിയിലേത് ആ കാണിച്ചവയും. ഇത് 2ൽ നിന്നും മിക്സായിട്ടാണ് 5 പ്ലാന്റ് എടുക്കാൻ പറ്റുക. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിന്നറിൻ്റെ പേര് പറയുന്നത് അങ്ങ് മറന്നുപോയി. അഡീനിയം വിന്നേഴ്സ് ഷാരോൺ നിഷാദ്, ക്ഷിതിക് ജോഷി, സുദർശന PS. ഈ 3 പേർക്കാണ് നറുക്ക് വീണിരിക്കുന്നത്. ഈ 3 പേർക്കും അയച്ചു തരുന്നതാണ്. ആ 3 പേർക്കും അഡീനിയം അയച്ചു തരുന്നതാണ്. അവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു തരേണ്ടതാണ്.
ഈ കാണുന്ന പ്ലാന്റ് ഇല്ലേ, ഇതും ഇപ്പം അവൈലബിൾ ആണ്. ഇത് നല്ല ഹാങ്ങിങ് ആയിട്ട് ഇടാനും പറ്റും നമുക്ക്, അല്ലെങ്കിൽ പോട്ടിൽ നടാൻ പറ്റും. നിറച്ചു നല്ല പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. പേര് നേരത്തെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങ് മറന്നുപോയി പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. 30 രൂപ മാത്രമേ ഉള്ളൂ തൈക്ക്. വലിയ തൈയാണ്, ചെറിയ തൈയല്ല. നല്ല ഭംഗിയാണ്, നിറച്ച് പൂക്കൾ, ഓരോ ഇലയുടെ മുട്ടുമുട്ടിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഈ ബോൺസായും അവൈലബിൾ ആണ്. ഈ സൈസ് വരുന്ന ബോൺസായി ഫിഗ് ആണെന്ന് തോന്നുന്നു. നല്ല മഴയാണ് വെളിയിൽ, അതുകൊണ്ട് വോയിസൊക്കെ കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാ. ഈ ഫേണും കോബ്ര ഫേൺ വലിയ സൈസാണ്, ചെറിയ സൈസില്ല, അവൈലബിൾ ആണ്. ആസ്പരാഗസ് ഫേണും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ പ്ലാന്റ് ആൽപ്പൈൻ അങ്ങനെ എന്തോ പേര് പറഞ്ഞ്, ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് 100 റുപ്പീസാണ്. ഇതും ഇപ്പോൾ അവൈലബിൾ ആണ്. ബുഷിയായിട്ടും അവൈലബിൾ ആണ്. നല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോലിഞ്ചി എന്ന് പറയും, അതിൻ്റെ ഇലയുടെ ഒരു മണമുള്ളൊരു പ്ലാന്റാണ്. താങ്ക് യു.